ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുല് പ്രകാശനോട് പറയുകയാണ്, എടാ പ്രകാശ, അയാൾ തീർന്നടാ, ആ സേനൻ തീർന്നു എന്ന് പറയുമ്പോൾ പ്രകാശൻ ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായിരുന്നു, അറ്റാക്ക് ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ അറ്റാക്ക് അല്ലടാ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പം ആ സമയത്ത് എടാ രാഹുലെ, നീ അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി തീർത്തടാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നിനക്ക് സന്തോഷമുള്ള വാർത്തയാണല്ലോ ഇതെന്ന് ചോദിക്കുകയാണ്. അപ്പം അതെ, എനിക്ക് സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. നിന്റെ മകളടക്കം എല്ലാവരും ഇന്ന് തുടങ്ങി കരയും. ഇനി അവരുടെ അധപതനം മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് രാഹുൽ പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഈ വിളിക്കുന്ന എൻ്റെ നാവുണ്ടല്ലോ, ഈ രാഹുൽ എന്ന് വിളിക്കുന്ന എൻ്റെ നാവ് കൊണ്ട് ഇനി നിന്നെ രാഹുൽ സാറേ എന്ന് ഞാൻ വിളിക്കും. തന്നെയല്ല, നിന്നെ കാണുമ്പോൾ മടക്കി കുത്തിയിട്ടുള്ള എൻ്റെ മുണ്ട് ഞാൻ അങ്ങ് അഴിച്ചിട്ടിട്ട് നിന്റെ താണ് വഴങ്ങി ഞാൻ നിൽക്കും, നോക്കിക്കോ. ഇനി അങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ നീ താണ് വഴങ്ങാൻ തുടങ്ങിക്കോ എന്ന് രാഹുൽ മറുപടി പറയുന്നുണ്ട്. സത്യമാണ്, എന്നാൽ ഞാനും കൂടി വരട്ടെ രാഹുൽ ഇതിൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, നീ ഇപ്പോൾ വന്നാൽ ശരിയാവില്ല, നീ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നും, അതുകൊണ്ട് നീ പതുക്കെ അങ്ങോട്ട് എത്തിയാൽ മതി എന്ന് പറയാണ്. എന്നാൽ ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് രാഹുൽ നിൽക്കുമ്പോൾ, ഞാനും പോകട്ടെ, ഞാൻ എന്തായാലും വിക്രത്തിന് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും നമ്മുടെ പ്രകാശനും പോവുകയാണ്. രാഹുൽ വേഗം വണ്ടി എടുത്തിട്ട് വേഗം മരണ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ കമ്പനിയിലുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ട്. കൂടെ നമ്മുടെ ഹരിസാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ വളരെ വിഷമത്തോടുകൂടി മുഖത്ത് വളരെ വിഷമമൊക്കെ വരുത്തിയിട്ട് നേരെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹരിയുടെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരിസാറ് പറയുന്നുണ്ട്, തീർന്നു, അറ്റാക്കായിരുന്നു എന്നാ കേട്ടത്, കല്യാണിയും കിരൺ സാറൊക്കെ അവിടെയാണ് എന്ന് പറയുന്നുണ്ട്. ഞാനും അതെ, ഞാനും അയാളുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എൻ്റെ പെങ്ങൾ അയാളുമായിട്ട് ഒന്നിച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അവരങ്ങനെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ, ഞാൻ മാറി നിൽക്കുകയായിരുന്നു പലതവണ എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം രാഹുൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഹരി സാറ് അവിടെ അടുത്തുള്ള ഒരു പയ്യനോട് പറയുന്നുണ്ട്, അയാളുടെ ഒരു അഭിനയം നോക്കി എൻ്റെ പൊന്നെ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കണം. അതെ അതെ എന്ന് ആ ചെക്കനും പറയുന്നുണ്ട്. അതിനുശേഷം രാഹുൽ അകത്തേക്ക് ചെല്ലുമ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ സോണിയും ആൽബിയും രൂപയും കൂടിയിട്ട്. അപ്പോൾ ഇയാളെ കാണുമ്പോൾ ഇത് അയാൾ വന്നു എന്നും പറഞ്ഞിട്ട് വേഗം തട്ടിയിട്ട് കരച്ചിലൊക്കെ തുടങ്ങുകയാണ് നമ്മുടെ സോണിയും. അപ്പോൾ അവിടേക്ക് വന്നിട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട്, മോളും മോനും എത്തിയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയാണ്. അപ്പം ഇപ്പം മോനും മോളും എന്നൊക്കെയുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും നിൻ്റെ അമ്മയൊക്കെ ഇത്രയും നാളും ഞാൻ ജീവിച്ചില്ലേ, അച്ഛനുമായിട്ട് ജീവിച്ച്, ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം രൂപയോട് പറയാണ്, രൂപ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ ഏട്ടാ എന്ന് ചോദിക്കുകയാണ്. രൂപ ഒന്നിങ്ങ് വായു എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് രൂപയെ മാറ്റി നിർത്തിയിട്ട് രൂപയോട് പറയുന്നുണ്ട്, അതെ രൂപ, എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും നീ കുറച്ചെങ്കിലും അഭിനയിക്കണം, നീ ഇങ്ങനെ കരയാതെ ഒന്നും ഇരിക്കരുത്, നീ ഇത്തിരിയെങ്കിലും കരയണ രീതിയിലൊക്കെ നിൽക്കണം, നമ്മുടെ ഇത് കള്ളത്തരം പിടിക്കപ്പെടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇത്രയൊക്കെ അഭിനയിക്കാൻ അറിയുള്ളൂ ഏട്ടാ എന്ന് പറയാണ്. അപ്പോൾ അത് പറ്റില്ല, ഇത് കഴിയുന്നവരെങ്കിലും നീ അഭിനയിക്കാം, എന്തായാലും ഇനിയിപ്പോൾ ഇയാൾ തീർന്നു, അടുത്തത് അറിയാലോ എന്താണെന്നുള്ളത് എന്ന് പറയുമ്പോൾ, അറിയാം, സരയുമായിട്ട് കിരണിനെ ഒന്നിപ്പിക്കേണ്ട കാര്യമല്ലേ എന്ന് രൂപ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ അതെ, അതിന് വേണ്ടിയിട്ട് ആ മനോഹറിനെ ഒഴിവാക്കണം, നീ എനിക്ക് തന്ന 2 കോടി രൂപ അത് കള്ളന്മാർ കൊണ്ടുപോയത് തന്നെയാണ്, ഞാൻ നുണ പറഞ്ഞതല്ല രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇയാൾ പോയില്ലേ, ഇനിയിപ്പോൾ അവനെ ഒഴിവാക്കാനായിട്ട് നീ എന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കണം, അയാളെ ഒഴിവാക്കണം, അവനെ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ, അവൻ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോകുന്നു തോന്നുന്നില്ല ഏട്ടാ, അവനെ കൊല്ലണം എന്ന് പറയാണ്. അതെ അതെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എന്തായാലും അതിനുശേഷം മനോഹറിനെയും കൊല്ലണം, കല്യാണിയെയും കൊല്ലണം, അതൊക്കെ ഞാൻ ഏറ്റു. ഈ ഒരു കാര്യം മാത്രമായിരുന്നു എനിക്ക് ഇത്തിരി ടെൻഷൻ ഈ സേനൻ്റെ കാര്യത്തിൽ, ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ രാഹുൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രൂപ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇയാൾ കൊല്ലുന്ന കാര്യം എന്ത് ലാഘവത്തോടെയാണ് പറയുന്നത്, ഇയാളൊക്കെ എന്ത് മനുഷ്യനാണോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇത്തിരി ഗ്ലിസറിൻ ഇട്ട് കണ്ണിൽ പെരട്ടെ ഏട്ടാ എന്നും പറഞ്ഞ്, എന്നാൽ ശരി നീ ചെല്ലെന്നും പറഞ്ഞ് രൂപ ഗ്ലിസറിൻ എടുക്കാനുള്ള രീതിയിൽ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹരിസാറിനോട് ചോദിക്കുന്നുണ്ട്, അയാൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ റൂവ വന്നിട്ടുണ്ട്, അവിടെ തകർത്ത് അഭിനയിക്കുകയാണ്, അയാൾ അഭിനയിക്കട്ടെ, എന്തായാലും അഭിനയം ഇന്നത്തോട് തീരുമല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണി. അങ്ങനെ അവർ വേഗാകത്തേക്ക് ചെല്ലുമ്പോൾ രാഹുൽ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ രാഹുലിനെ കാണുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ രാഹുൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ രാഹുലിനെ കാണുമ്പോൾ കിരണും കല്യാണിയും സോണിയും ഒക്കെ കരയുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ്, കരയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രാഹുലിന് സന്തോഷമാണ്. മോന്
മോൻ എത്തിയോ എന്ന് ചോദിക്കുകയാണ് കിരണിനോട്. അപ്പം എന്തായി മോനെ എന്ന് ചോദിക്കുമ്പോൾ ബോഡി ഉടനെ കൊണ്ടുവരും, എന്നാലും എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്. മോൻ സമാധാനപ്പെടും, മോൻ കരയണ്ട, മോൻ അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അരികിൽ അങ്ങനെ ഇരുത്തുകയും അതുപോലെ തന്നെ സോണിയെ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോണിയെ കെട്ടിപ്പിടിക്കുമ്പോൾ സോണിക്ക് ദേഷ്യം വരാണ്. അവളങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നെ ഇയാൾ തൊടുമ്പോൾ സ്പർശിക്കുമ്പോൾ ഒരു അണലി ദേഹത്ത് വലിഞ്ഞു കയറിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയാണ്. അങ്ങനെ മാറി മാറി സോണിയെയും അതുപോലെ നമ്മുടെ കിരണിനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. കല്യാണിയൊക്കെ കരയണ കാണുമ്പോൾ ഉള്ളിൽ നല്ല സന്തോഷമാണ്. എന്തായാലും സന്തോഷം അടക്കാനാവാതെ നമ്മുടെ രാഹുൽ മാറി നിന്നിട്ട് അടുക്കളയുടെ പുറകെ ചെന്ന് നിന്നിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ അത്രയും ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ അവിടെ ചിരിക്കണ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ യാമിനിയാണ്. അപ്പോൾ യാമിനി അടുക്കളയുടെ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ഇയാൾ പുറംതിരിഞ്ഞെന്ന് ഭയങ്കര ചിരിയാണ്. അങ്ങനെ യാമിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചിരിക്കടാ ചിരിക്കടാ, അതിൻ്റെ ഇത് അവസാനത്തെ ചിരിയാണ്, നിനക്ക് ഇത് കഴിയുമ്പോൾ ഞാൻ നല്ലൊരു സദ്യ വിളമ്പിയുടെ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ ചിരിക്കട ബഗാസുര എന്നും പറഞ്ഞിട്ട് നേരെ യാമിനി കിരണിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ്, അയാളെ മാറി നിന്നിട്ട് അവിടെ പൊട്ടിച്ചിരിക്കുകയാണ് സാറേ എന്ന് പറയുമ്പോൾ, ചിരിക്കട്ടെ, അയാളുടെ അവസാനത്തെ ചിരിയാണ്, ഇനി അയാൾ ഒരിക്കലും ഇങ്ങനെ ചിരിക്കില്ല, ഇതോട് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആംബുലൻസ് അവിടേക്ക് വരുന്നത്. അങ്ങനെ ആംബുലൻസിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കിരൺ നല്ല അഭിനയിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ആംബുലൻസിൻ്റെ അരികിലേക്ക് ഓടുകയാണ്. കൂടെ നമ്മുടെ ആൽബിയും അതൊക്കെ ഓടിപ്പോവുകയാണ്. അങ്ങനെ ഇവരുടെ പുറകെ ആയിട്ട് രാഹുലും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ആംബുലൻസിൽ നിന്ന് ആ ഒരു ശവപ്പെട്ടി പുറത്തേക്ക് ഇറക്കുകയാണ്. അങ്ങനെ എല്ലാവരും എല്ലാം പിടിച്ച് നമ്മുടെ രാഹുൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ആ ശവപ്പെട്ടി പിടിക്കാനായിട്ട്. അങ്ങനെ കൊണ്ടുവന്ന് നേരെ വളരെ വിഷമത്തോടു കൂടി തന്നെ അവിടെ വിരിച്ചിട്ടിട്ടുള്ള ആ ഒരു അവിടെ ഇങ്ങനെ കിടത്തുകയാണ്, അതിങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് രാഹുൽ യാമിനിയോട് പറയുന്നുണ്ട്, എടി ഒരു നിലവിളക്ക് ഇങ്ങോട്ട് എടുത്ത് ഇവിടെ തലക്കൽ കത്തിച്ച് വെക്കുക എന്ന് പറയണം. ആ ശരി സാറ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ യാമിനി അകത്തേക്ക് പോകുന്നുണ്ട് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട മോനെ എന്ന് പറയുകയാണ്. എന്തായാലും ഇത്രയൊക്കെ നിങ്ങളുടെ അമ്മയുമായിട്ട് അച്ഛനും ഒന്നിക്കാനുള്ള ആയുസ് ഉണ്ടായുള്ളൂ, എത്ര വർഷത്തോളം അവർ മാറി നിന്നതാണ്, അപ്പം അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഓപ്പൺ ചെയ്യും മോനെ എന്ന് പറയുകയാണ് കിരണിനോട് രാഹുലും. അപ്പം രാഹുലിനോടായിട്ട് കിരൺ പറയുന്നുണ്ട്, വേണ്ട അങ്കിള് തന്നെ തുറന്നു അങ്കിളെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ ഒന്നും മടിച്ചിട്ട് പിന്നെ ഒന്ന് എന്തായാലും ബോഡി കാണാനുള്ള ഒരു സന്തോഷത്തിൽ വേഗം തന്നെ അയശാപ്പെട്ടിയുടെ മൂടി ഇങ്ങനെ തുറക്കുകയാണ്. മൂടി തുറന്നിങ്ങനെ മാറ്റുന്നുണ്ട്. ആ സമയത്ത് അന്തം വിട്ട് നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, അതിൻ്റെ അകത്ത് ബോഡിയൊന്നുമില്ല, ചുമ്മാ ആ ഒരു പെട്ടി മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, ശവം എവിടെ, അയാളുടെ ശവം എവിടെ, സേനൻ്റെ ശവം എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹരി സാറ് ചോദിക്കണം, അയ്യോ കിരൺ സാറ് എവിടെ, സാർ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയ്യോ എനിക്കറിയില്ല, ഇതിലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ കിരൺ. അപ്പോൾ ആൽബിയും ചോദിക്കുന്നുണ്ട്, എവിടെ കിരണേ, അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കണം നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് രാഹുൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അയാൾ എവിടെ, അയാളുടെ ശവം എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, എൻ്റെ ശവം ഞാനിവിടെ തന്നെ ഉണ്ടറ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ സേനന് മുകളിൽ നിന്നും താഴേക്ക് പതുക്കെ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത് രാഹുൽ. അങ്ങനെ എല്ലാവരും കരച്ചിൽ നിർത്തുകയാണ് ആ സമയത്ത്. അങ്ങനെ നേരെ രാഹുലിൻ്റെ അരികിലേക്കായിട്ട് ഇങ്ങനെ രാഹുൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാനാവാതെ. അങ്ങനെ രാഹുലിൻ്റെ അരികിലേക്ക് ചന്ദ്രസേന നടന്നു വരികയാണ്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്നാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.